പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന
ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ലൂക്ക 22:31. ശിമയോൻ 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 ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, ഗോതമ്പ് മണി പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. അതായത് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് ആലപ്പുഴ റേഡിയോ സ്റ്റേഷൻ്റെ അടുത്ത് ഉള്ള പള്ളിയിലാണ് ഇരുന്നത്. എൻ്റെ പള്ളിയിൽ ഇരുന്ന റേഡിയോ സ്റ്റേഷൻ കാണാം. അപ്പം അതിൻ്റെ രസം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ച് പോലെയല്ലേ, ഈ റേഡിയോ സ്റ്റേഷന് നല്ല 300 അടി ഉയരമാണ്, 350 അടി ഉയരമുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്ഥലത്ത് വെച്ച് അത് വലിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ്, സ്റ്റേ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അത് എന്തിനാണ്? ഈ റേഡിയോ സ്റ്റേഷൻ വീഴാതിരിക്കാനാ. ഉയരം കൂടുന്തോറും നമുക്ക് സപ്പോർട്ട് കൂടുതലേണ്ടി വരും എന്നുള്ളതാണ് റേഡിയോ സ്റ്റേഷനെ പഠിപ്പിച്ചൊരു പാഠം. ഉയരം കൂടുന്നില്ലെങ്കിൽ ഇപ്പം ടെലിഫോൺ എക്സ്ചേഞ്ചിനൊക്കെ പ്രത്യേകിച്ച് വലിച്ചു കെട്ടണ സ്റ്റേ വയറൊന്നും ഇല്ലല്ലോ, സ്റ്റേ കമ്പികളൊന്നും ഇല്ല. റേഡിയോ സ്റ്റേഷൻ നല്ല ഉയരമാണ്, അതുകൊണ്ട് എല്ലാ 4 പാടേക്കും അത് വലിച്ചു കെട്ടണമുണ്ട്. വിശ്വാസത്തിൽ എപ്പോഴും വ്യക്തി വളരുന്നതനുസരിച്ച് കർത്താവ് 2 സ്റ്റേ ആണ് പറയണത്. ഒന്ന്, ഞാൻ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നത്തെ സ്റ്റേ എന്താണ്? പിന്നത്തത്, നീ തിരിച്ചു വന്ന് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നിലനിർത്തുകയും ചെയ്യണം. അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതും നമ്മുടെ വിശ്വാസം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ്. കാര്യം നിങ്ങൾ പല ആൾക്കാരും, ഞാൻ എന്തുമാത്രം ആയിരക്കണക്കിന് പ്രാർത്ഥന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുന്നവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കോമൺ അളവിൽ, ഒരു പൊതു അളവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു മിനിമം വിശ്വാസം മതി. പക്ഷെ നടക്കുന്നതിന് മാക്സിമം വിശ്വാസം വേണം. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? പ്രാർത്ഥിക്കുന്നതിന് ആർക്കും വലിയ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നത് നടക്കണമെങ്കിൽ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണത് എന്തിനാണ്? ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാവുന്നതാണ്. ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിരിപ്പതാണ്, പിന്നെ പ്രാർത്ഥിച്ചതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർക്ക് തന്നെ ഇവിടെ പ്രാർത്ഥനയിൽ കോൺഫിഡൻസ് ഇല്ല. കർത്താവ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു എന്ന് നിങ്ങൾ കരുതണം. അത് വേറെ വിശ്വാസമാണ്. മാർക്കോസ് 11:24. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും.
അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നേരത്തെ എന്താ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നതും അതിന് ഒരു മിനിമം വിശ്വാസം ഉണ്ടാകണം. പക്ഷെ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ മാക്സിമം വിശ്വാസം വേണം. പല ആൾക്കാരും കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി എന്ന രീതിയിൽ പൊട്ടക്കിണൻ്റെ മാവിട്ടെറിഞ്ഞ് എറിയണ പോലെയാണ് പല പ്രാർത്ഥന. അതെന്ന് വെച്ചാൽ അത് അവർക്ക് വിശ്വാസം, മിനിമം വിശ്വാസമുണ്ട്, ഒന്ന് ഫയർ ആക്കാനുള്ള വിശ്വാസമുണ്ട്, അത് പ്രാർത്ഥിക്കാനുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ലഭിക്കണമെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസമില്ല. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതെങ്ങനെ നേടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം ഈശോ പറഞ്ഞ പോലെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നമ്മുടെ ആത്മബന്ധമുള്ള ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത് എന്താണ്, നമ്മൾ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അവരെ പിന്തുണച്ചുകൊണ്ടും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വിശ്വാസം വളർത്തണം. അങ്ങനെ വരുമ്പോഴാണ് ഈ വിശ്വാസം നമുക്ക് കിട്ടുന്നത്. എന്താണ്, പ്രാർത്ഥിക്കണം, ലഭിച്ചു എന്ന് വിശ്വസിക്കുക എന്നുള്ള വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്. എൻ്റെ പേര് റിയ, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 20, 2025 ഞങ്ങൾ പുത്തൻകുരിശ് വേലൂർ ഇടവക അംഗങ്ങളാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ മിഡോടുകൂടെ എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പനി അതിതീവ്രമായിട്ടുള്ള പനിയും തലവേദനയും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രൈം അനാലിസിസിൽ ക്ലിനിക്കിൽ പോയി പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡെങ്കു ആയിരിക്കും, നമുക്കൊന്നുകൂടി റീടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഡെങ്കു എല്ലാം നെഗറ്റീവായിരുന്നു, പനിയാണെങ്കിൽ കുറയുന്നും ഉണ്ടായിരുന്നില്ല. സോ അവൻ നാട്ടിലേക്ക് എത്തി. ഞങ്ങൾ രാജഗിരിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ പനി എന്ന് പറയുന്നത് 104 തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ 100 പിന്നെ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് 104 അങ്ങനെ ഞങ്ങളവിടെ ഒരാഴ്ചത്തോളം അഡ്മിറ്റ് ആയിട്ടുണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ഫീവർ എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ട് തന്നെ ഡെങ്കു, ടൈഫോയിഡ് അങ്ങനെ എല്ലാവിധ ടെസ്റ്റുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നെഗറ്റീവാണ്. ഡെയിലി ബ്ലഡ് എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, എല്ലാം നെഗറ്റീവ്. ഞങ്ങൾക്ക് എന്താണ് റീസൺ എന്ന് ഇതുവരെ അറിയുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവർ ഒന്നുമില്ലാഞ്ഞിട്ട് അവർ ലാസ്റ്റ് പെറ്റ് സ്കാൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു പനിയായിട്ട് വന്ന ഒരാൾ പെറ്റ് സ്കാനിലേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിട്ട് എനിക്ക് ഈ കൃപാസനത്തിനെ പറ്റി എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും പ്രകാരം എനിക്ക് അറിയുന്നതുമായി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ മനസ്സിൽ, ഇവന് പെറ്റ് സ്കാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വന്നു. പെറ്റ് സ്കാനിൽ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും നമ്മുടെ പോയിന്റ് നമ്മുടെ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് പെറ്റ് സ്കാനിന് ഒന്നും കിട്ടിയില്ലെങ്കിൽ ബോൺ മാരോ എന്ന് പറയുന്ന ഇത് സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അവരപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ബോൺ മാരോ ചെയ്യണ്ട, നമ്മൾ ഓൾറെഡി ഫൈനൽ ചെയ്തു, ഇതൊരു HLH എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒട്ടും അവെയർ അല്ല. ഇവർ പറഞ്ഞത് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ചെറിയ ഗ്രാജുവലി കൊടുക്കുന്നതിനൊന്നും പ്രശ്നമല്ല. പക്ഷേ എല്ലാവരും എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കത് ഉറപ്പില്ല, അതിൽ മാറുന്നൊന്നും ഉറപ്പില്ല, ചിലപ്പോൾ നമുക്കതൊരു ഇൻഫെക്ഷൻ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. കാരണം നമുക്ക് സ്റ്റിറോയിഡ് കൊടുത്തിട്ടും മാറില്ലെങ്കിൽ നമുക്കതൊരു ഉറപ്പായിട്ടും നമുക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓക്കെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് ഇത് കൺഫേം ചെയ്തിരിക്കുന്നത് ആകപ്പാടെ നമ്മുടെ ഒരു ഫെറിറ്റിൻ എന്ന് പറഞ്ഞ ലെവലുണ്ട്. അത് അവൻ്റെ ഗ്രാജുവലി 250 ലെവൽ വരേണ്ടത് അത് 3000 എബോ ആണ് ഇവന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് HLH എന്ന് പറയുന്ന ഒരു അസുഖമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വെല്ലൂരിക്ക് നമ്മൾ പോകാൻ റെഡിയായി. നമുക്ക് അന്നേ ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ. പക്ഷെ എനിക്കിവിടെ വന്നേ പറ്റൂ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അന്നേ ദിവസം ഞാൻ എൻ്റെ ആൻറ്റീൻ്റെ കൂടെ ഞങ്ങൾ ഒരു 3 മണി 4 മണിക്ക് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഇവിടെ ഒരു 5 മണി ആ റേഞ്ചിൽ വൈകുന്നേരത്തിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്.
ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇതെല്ലാം മാറുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ അതെല്ലാം വിചാരിച്ചു. പക്ഷെ ഞാൻ ഇവിടെ വെച്ച് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അതുവരെ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു, എന്താ ചെയ്യണ്ടേ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അന്നേ ദിവസം മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒരു ഡേറ്റ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്, ഡിസംബർ 7 അവൻ്റെ അസുഖം മാറുമെന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ പറയാൻ തുടങ്ങി. എല്ലാവരും എന്നോട് ചോദിച്ചു നിനക്ക് എവിടെ നിന്ന് ഈ കോൺഫിഡൻസ് വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഓൺ ദ വേയിൽ അതായത് ഇവിടെ നിന്ന് വെല്ലൂർ വരെ 10 hours ട്രാവൽ ചെയ്തും കാറിലാണ് ഇവനെ കൊണ്ട് പോകുന്നത്. ഇവൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടായിരുന്നു തോന്നിയത്. പക്ഷെ ഞാൻ ഓൺ ദ വേയിൽ ആലുവയിൽ നിന്ന് കയറി, എന്നിട്ട് ഞങ്ങൾ വെല്ലൂർ വരെ ട്രാവൽ ചെയ്തു. പക്ഷേ ആ വെല്ലൂർ പോയത് മീൻസ് ആ ഒരു ടൈം മുതൽ അവൻ്റെ ഫീവറിൻ്റെ എപ്പിസോഡ്സ് കുറയാൻ തുടങ്ങി. ഇനി അല്ല, ഇപ്പോൾ ഇവള് പറഞ്ഞ പോലെ നമ്മൾ വെല്ലൂരിലേക്ക് എത്തി. വെല്ലൂരിൽ എത്തുന്ന ഇപ്പോൾ നമ്മൾ രാജഗിരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഫെറിറ്റിൻ്റെ ലെവൽ ഓൾമോസ്റ്റ് 3000 എബോവാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു ദിവസം തൊട്ട് തലേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ, രാജഗിരിയിൽ എല്ലാ ദിവസവും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് തൊട്ട് തലേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 1500 ആണ്. അതിൻ്റെ പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫെറിറ്റിൻ ലെവൽ നേരെ 3000 ആയി. അപ്പോൾ അങ്ങനെയാണ് രാജഗിരി കൺഫേം ചെയ്തത് HLH എന്ന്. കാരണം HLHൻ്റെ ഇതാണ് ലൈക്ക് ഓരോ ദിവസവും ഫെറിറ്റിൻ ലെവൽ നേരെ ഡബിൾ ആവും എന്നുള്ളത്. അപ്പോൾ ഇൻഫെക്ഷൻ അങ്ങനെയാണ്, അത് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അവർ നേരെ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു ഡോക്ടർ അങ്ങനെയുള്ള ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതും ഈ പറഞ്ഞ പോലെ ലൈക്ക് മാറുമെന്നുള്ള ഉറപ്പില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ വെല്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നു, വെല്ലൂരിൽ വന്ന് ഇവിടെ കൃപാസനം ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺ ദ വേയിലാണ് നമ്മളായിട്ട് ജോയിൻ ചെയ്തത്. കാരണം നമ്മളവിടെ നിന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഓൺ ദ വേയിൽ അവൾ ജോയിൻ ചെയ്തു. നമ്മൾ വെല്ലൂരിലെത്തി വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ എൻ്റെ ഇത് 1500 ലൈക്ക് 1500 മാറുകയാണ് ചെയ്തത്. ഇവളിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന തേന്, ഉപ്പ്, പിന്നെ തൈലം എന്നെ തേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത് മാത്രമല്ലാതെ വേറെ മെഡിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ രാജഗിരി ടു വെല്ലൂർ ചെയ്തപ്പോൾ ഒന്നും തന്നില്ല. അപ്പോൾ ആ 10 hours ട്രാവലിനുള്ളിൽ പിന്നെ ഞാൻ വെല്ലൂർ ചെന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി നോക്കിയപ്പോൾ അന്നേരം എൻ്റെ ഫെറിറ്റിൻ ലെവൽ 1500 ആണ്. അപ്പോൾ വെല്ലൂരിൽ എന്ന് വെച്ചാൽ അവർ ഈ HLH എന്ന് പറയുന്ന രോഗം ലൈക്ക് അത് അവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. പിന്നെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലഡ് ഇൻഫെക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ വെല്ലൂർ വെച്ചിട്ട് വേറെ മെഡിക്കേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, ബട്ട് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പനിയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് എനിക്കൊരു 2 hours ലൈക്ക് രാജഗിരിയിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തന്നെ 2 hours ആണ്. 2 hoursനുള്ളിൽ എൻ്റെ പനി കുറഞ്ഞാലും 2 hours കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ 104 എൻ്റെ പനി വീണ്ടും വരും. പക്ഷേ വെല്ലൂരിലെത്തി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിൻ്റെ ഗ്യാപ്പ് കൂടി, ലൈക്ക് 8 hours ആയി ആദ്യം. പിന്നെ അത് കുറഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ ഡിസംബർ 7 കൂടി എൻ്റെ പനി കംപ്ലീറ്റ്ലി മാറി. അവന് പനി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന തേനും ഉപ്പൊക്കെ ഞാൻ എന്നോന് കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഭവം പറയാനുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യണമെന്നായിരുന്നു, മീൻസ് ഒരുമിച്ച് ഒരേ ലൊക്കേഷനിൽ നിൽക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഞങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിൽക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരേ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇവൻ ഈ അസുഖം വരുന്നതിന് മുന്നേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എത്ര പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ഒരു 100 ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്ര ചെയ്തിട്ടും എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇത് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് 2 ഇൻ്റർവ്യൂസ് തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. ഞാൻ ഒട്ടും പ്രിപ്പയർഡും ആയിരുന്നില്ല. കാരണം ഞാൻ ഇത്രയും മെൻ്റലി എക്സോസ്റ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാൻ ഇവനോട് തന്നെ പറഞ്ഞു, ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ആകെപ്പാടെ ഞാൻ കയറുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ എനിക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഈ ഒരു കോഡ് മാത്രമേ അറിയുള്ളൂ, എനിക്കിത് വന്നാൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കയറുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ അറിയുന്ന ആ ക്വസ്റ്റ്യൻ മാത്രമാണ് എനിക്ക് വന്നത്. അതുപോലെ തന്നെ എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ആ ക്വസ്റ്റ്യനും ഞാൻ ഇങ്ങനെയൊന്നും സോൾവ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റി. അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു എന്നെപ്പറ്റി.
അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതെനിക്കൊരു ഇഷ്ടമുള്ള കമ്പനിയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒറ്റ റൗണ്ടിൽ തന്നെ എന്നെ സെലക്ട് ചെയ്തു. എൻ്റെ പ്രോസസ്സ് ഭയങ്കര സ്പീഡി ആയിട്ട് ചെയ്തു. എനിക്ക് പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ കിട്ടി. എല്ലാം കൊണ്ടും ഞാൻ അപ്പോൾ ഇവനോട് തന്നെ പറഞ്ഞു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ടുള്ളെങ്കിലും ഞങ്ങൾ എന്നും പള്ളിയിൽ പോകുന്നതോ അങ്ങനെ ഒന്നും ഞങ്ങളുടെ ലൈഫിലില്ല. ഞങ്ങൾ ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാറില്ല. ഞങ്ങൾ വളരെ അതായത് ഒരു 2 വട്ടമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ റെഗുലറായിട്ട് എല്ലാ സൺഡേസും ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ എണീറ്റ് പോവും. പക്ഷെ ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വന്നോട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് പേപ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഡൊണേഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഷോർട്ട് സ്പാനാണ്. അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾ ഇത്ര എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ഇനിയും ചെയ്യും. പിന്നെ ഇത്രയും തന്ന മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 36-ാം അധ്യായം 26-ാം തിരുവചനം. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. നമുക്ക് മാംസള ഹൃദയം നൽകാൻ വേണ്ടി ദൈവമായ കർത്താവ് നമ്മെ ഒരുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി എന്ന പ്രാർത്ഥനാ പദ്ധതി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിശ്വാസ ദുരന്തങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ, അപ്രതീക്ഷിതമായി വരുന്ന രോഗാവസ്ഥകളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ദുരന്തങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടാൻ വേണ്ടിയാണെന്നാണ് റിയ ജോർജ് ഇവിടെ ഏറ്റുപറയുന്നത്. ഇവർ രണ്ടുപേരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള IT സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സാണ്. ഇവർക്കൊന്നിനും തന്നെ ഒരു കുറവുണ്ടാവുകയില്ല. ന്യൂലി മാരീഡ് കപ്പിൾ വളരെ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർക്ക് ദൈവം എന്നത് അവർ ജനിച്ചു വളർന്നപ്പോൾ ഉണ്ടായ പാരമ്പര്യങ്ങൾ കൈമാറിയ ഒരു വസ്തുത മാത്രമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആവശ്യം വന്നത് ഒരു വലിയ 1.5 ആവശ്യമായി എന്ന് റിയ ഇവിടെ ഏറ്റുപറയുകയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജോർജിന് വന്ന ഒരു വലിയ അസുഖത്തിൽ നിന്ന് വളരെ ജീവിതഭാരം ഒട്ടും തന്നെ ഇല്ലാതെ തന്നെ സൗഖ്യം നൽകിയ ഒരു വലിയ സാക്ഷ്യമാണിത്. HLH എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അദ്ദേഹത്തിന് വന്നപ്പോൾ അവർ ഓടി വന്നത് പരിശുദ്ധ അമ്മയിലേക്കാണ്. റേയ്ക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിച്ചാൽ ആൻറ്റിയുടെ കൂടെ ഇവിടെ വന്ന് വെല്ലൂരിലേക്ക് പോകാനിരുന്ന ആ സമയത്തിൽ നിന്ന് ഹാഫ് വേ എടുത്തിട്ടാണ് യൂട്ടേൺ എടുത്ത് മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുമ്പോൾ ഓൺ ദ വേയിൽ വണ്ടിയിലേക്ക് കയറി വഴിയിൽ നിന്നാണ് മകൾ ഹസ്ബൻഡിൻ്റെ കൂടെ വെല്ലൂരിലേക്ക് പോകാനുള്ള ട്രിപ്പ് എടുത്തത്. അവിടെ പോകുമ്പോൾ തന്നെ ഇവർ നേർച്ച വസ്തുക്കൾ ഈ മകൾ കൂടെ കൊണ്ടുപോയി അദ്ദേഹത്തിനെല്ലാം അപ്ലൈ ചെയ്യുകയും വളരെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്ത് 10 മണിക്കൂർ ട്രാവൽ ചെയ്ത് വെല്ലൂരിലെത്തിക്കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ടെസ്റ്റ് കാണിക്കുന്നത് എല്ലാം വളരെ നോർമൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. നമുക്കറിയാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശരീരത്തെ വളരെയധികം ബാധിക്കുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം തന്നെ നിർത്തിക്കളയുന്ന, നമ്മുടെ കാഴ്ചയെയും സംസാരത്തെയും മെമ്മറിയെയും സിസ്റ്റങ്ങളെയും എല്ലാം നിർത്തിക്കളയുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അദ്ദേഹം HLH എന്നൊരു വലിയ വൈറസിലേക്ക് വഴുതി വീഴുന്ന ഒരു സ്ഥിതിയിലേക്കായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ ആ സ്പർശനത്തിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയുടെ ആ സ്പർശനത്തിൽ അദ്ദേഹം വളരെ നോർമലായി അവിടെ നിന്ന് ഡിസ്ചാർജായി. വൈറൽ ഫീവർ എന്ന റിപ്പോർട്ടുമായിട്ടാണ് അവർ ഡിസ്ചാർജായി പുറത്തു വന്നത്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളിലും നമ്മുടെ എല്ലാ ജീവിത അസ്വസ്ഥതകളിലും ഉടൻ പരിഹാരം നൽകുന്ന ഒരമ്മയെയാണ് നാം ഇവിടെ ഒരു സാധ്യതയായി കാണുന്നത്. പരിശുദ്ധ അമ്മയോട് പരിശുദ്ധ അമ്മ എല്ലാം നോക്കിക്കാണുന്ന, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരമ്മ നമ്മുടെ ജീവിതത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ വലിയ വ്യത്യാസങ്ങൾ അമ്മ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലും നമ്മുടെ യാത്രയിലും നമ്മുടെ ജയിലിലായാലും നമ്മുടെ ജീവിത പ്രതിസന്ധികളിലും നമ്മുടെ ഓഫീസുകളിലും ജോലിയില്ലാത്ത അവസ്ഥയിലും എല്ലാം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഇരിക്കുകയാണ്.
ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 8 മാസമായിട്ടുള്ള ഈ ഒരു ദാമ്പത്യം ആരംഭിക്കുമ്പോൾ തന്നെ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതാണ്. ഇനി ഞാനില്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്ന, നമുക്ക് ഈ ഒരുപാട് മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ സില്ലി കാര്യങ്ങൾക്ക് വേണ്ടി അവർ ജീവിത പങ്കാളിയെ വേണ്ട എന്ന് വെക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഇന്ന് പല ജീവിതങ്ങളും തരം താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തുടക്കത്തിൽ തന്നെ ഈശോയെ, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ജീവിതം മുന്നോട്ട് ഉടമ്പടിയിലൂടെ ജീവിക്കാനുള്ള ഒരു വലിയ തീരുമാനമായി ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും എല്ലാ ദമ്പതികൾക്കും വേണ്ടി, മാരീഡായിട്ടുള്ള എല്ലാ ദമ്പതികൾക്കും വേണ്ടി, ജീവിതം ആരംഭിച്ചിരിക്കുന്നവർക്കും ആരംഭിക്കാനിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനൊരു വലിയ കടപ്പാട് ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കൾക്കും ഉണ്ടെന്ന് നമുക്ക് ഓർമ്മിച്ചെടുക്കാം. അതുപോലെ തന്നെ റിയ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. എത്ര തന്നെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടും ഇവർക്ക് 2 പേർക്കും ഒരേ കമ്പനിയിൽ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാനുള്ളൊരു വലിയ ആഗ്രഹം ഇവർക്ക് സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ എത്ര വലിയ കോൺഫിഡൻസും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടും 100% മെറിറ്റഡ് ആയിട്ടും ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡ് ആവുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് പോയപ്പോഴാണ് വളരെ ഒരു പോസിറ്റീവ് റിസൾട്ട് നൽകി ഈശോ അവരെ അനുഗ്രഹിച്ചത്. വിശ്വാസ ജീവിതത്തിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ജീവിതക്രമത്തിലും ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ നമുക്ക് കണ്ട് അനുഭവിക്കാൻ സാധിക്കും. ഒന്ന് മാത്രം, നീ എന്നോടുകൂടെ സഞ്ചരിക്കുക, അബ്രഹാത്തോട് ജയം ചെയ്ത് നീ എനിക്ക് മുൻപേ നടക്കുക എന്നൊരൊറ്റ കൽപ്പന മാത്രമേ നമുക്ക് പാലിക്കാനുള്ളൂ. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് റിയയ്ക്കും ജോർജിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ, തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ്, ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 36ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്ന് വന്ന ടിജി ജസ്റ്റോയുടെയും കുടുംബത്തിൻ്റെയും വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് ടിജി ജസ്റ്റോ. ഒരിക്കൽ കൂടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷികളായി ഞങ്ങൾ കൃപാസനത്താൽ ഉയർത്തതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. 2 കുടുംബമായിട്ടാണ് അവർ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. 2022 ജനുവരി മാസമാണ് ഈ മകള് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. 3.5 വർഷമായി ഉടമ്പടി എടുത്തല്ല, ഉടമ്പടി പാലിച്ച് ഉടമ്പടി ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന ഒരു മരിയൻ മിഷണറി എന്നാണ് ഈ മകള് സ്വയമായി നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഈ ടിജി ജസ്റ്റോയുടെ സാക്ഷ്യം ആരംഭിക്കുന്നത് വലിയൊരു ദൈവിക ഇടപെടലിൻ്റെ അനുഭവത്തോടു കൂടിയിട്ടാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അവർ 2 പേരും ഡെഫ് ആൻഡ് ഡംബ് ആണ്. അവർ ഞങ്ങളുടെ ഒപ്പം ഉടമ്പടി എടുത്തവരാണ്. അവർക്ക് 7 വർഷങ്ങൾക്ക് ശേഷം മരിയൻ ഉടമ്പടി എടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ പ്രകടമായ മരിയൻ അടയാളത്തോടു കൂടിയിട്ട് ഒക്ടോബർ മാസം ഈ മകള് പ്രഗ്നൻ്റ് ആവുകയും യാതൊരു വൈകല്യവും ഇല്ലാത്ത ഒരു മകളെ മെയ് മാസം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ മാതാവിൻ്റെ മാസമാണ് ഈ മകൾ അനുഗ്രഹിക്കപ്പെടുന്നതും ഒപ്പം തന്നെ മെയ് മാസമാണ് ഈ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. അതൊരു പ്രകടമായിട്ടുള്ള ഒരു ദൈവിക ശക്തി ഈ മകളുടെ ബോഡിയിൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു അനുഭവം ഒക്ടോബർ മാസം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. തുടർന്ന് ടിജി പറയുന്നുണ്ട്. ഇനി 2ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാനഡ PR കിട്ടിയതാണ്. ഞങ്ങൾ ഇവിടുന്ന് സ്റ്റഡി വിസയിലാണ് കാനഡയിലോട്ട് പോയത്. ഇപ്പോൾ കാനഡയിലുള്ളവർക്ക് അറിയാം PR കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കാനഡയിലുള്ള എല്ലാവർക്കും അറിയാം. പലരും തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു, കൺട്രി വിട്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ 4-5 വർഷം ഒക്കെ പിടിക്കുന്നുണ്ട്. ഞങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ ചെന്നത് ഹെവി വിൻ്ററിലാണ്. പിറ്റേ മാസം തന്നെ ഒരു PR സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓട്ടോമൊബൈൽ, ഒരു അമേരിക്കൻ ഓട്ടോമൊബൈൽ കമ്പനിയിൽ അദ്ദേഹത്തിന് ഒരു ടയർ റിപ്പയറിംഗ് കമ്പനി അദ്ദേഹത്തിന് ജോലി കിട്ടി. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു സർവൈവൽ ജോലിയോ ഒരു റെസ്റ്റോറൻറ്റ് ജോലിയോ ഒന്നും അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നില്ല. അദ്ദേഹം ഒരു മെക്കാനിക്കൽ ഫീൽഡിലായിരുന്നു. അവിടെയും ഒരു ടയർ റിപ്പയറിംഗ് മെക്കാനിക്കൽ ഫീൽഡിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. അത് PR സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. പിന്നെ മാതാവിൻ്റെ നേരിട്ടുള്ള ഗ്രീൻ ചാനലിലൂടെ PR ലഭിക്കുന്നത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പോലെ കാനഡയിൽ PR ലഭിക്കുന്നതിനുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഇവർ അതിജീവിക്കുമ്പോഴും പരിശുദ്ധ അമ്മ
തൻ്റെ സ്വന്തം ദൈവ പൈതൽ എന്നുള്ള ആ ഒരു സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈ കുടുംബത്തെ സന്ധിച്ച് തക്ക സമയത്ത് സാക്ഷ്യപീഠത്തിൽ ഉയർത്തിയ വലിയൊരു അനുഭവവും ഈ മകള് പറയുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ മകള് ഇവിടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ മരിയൻ ഉടമ്പടി എടുക്കാൻ ഈ കൃപാസനത്തിലോട്ട് കാലെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടി വെറുതെ പേരിനെടുക്കുന്നതാണോ അതോ ഉടമ്പടി ജീവിക്കാനാണോ ഇതെടുക്കുന്നത് എന്ന് ദൈവപിതാവിന് അറിയാം. ഈ മകള് സ്വയം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഞാൻ ഉടമ്പടി എടുത്ത ആളല്ല, ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഈ മകള് ഉടമ്പടിയിൽ ഇങ്ങനെ പറന്നു വിട്ടി കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമെന്ന് ദൈവപിതാവിന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് കൈ തുറന്നാണ് ഈ മകളെ ഓരോ ഘട്ടങ്ങളിലും ദൈവപിതാവ് അനുഗ്രഹിച്ച് തക്ക സമയത്ത് സാക്ഷിയായി ഉയർത്തുന്നു. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതൊന്നുമല്ല. നമ്മുടെ എപ്പിസോഡിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒന്നില്ലെങ്കിൽ ഒരു ആന്തരികമായ ബോധ്യങ്ങൾ, വലിയ വചനബോധ്യങ്ങൾ ലഭിച്ച സാക്ഷ്യമായിരിക്കും. അതുമല്ലെങ്കിൽ ദൈവപിതാവ് നേരിട്ട് സന്ദേശം കൊടുത്ത ഒരു സാക്ഷ്യമായിരിക്കും. അതുമല്ലെങ്കിൽ കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണ സന്ദേശവുമായി ബന്ധപ്പെട്ട സാക്ഷ്യമായിരിക്കും ഞാൻ മിക്കവാറും വിശകലനത്തിലെടുത്തിരിക്കും. ഇത് ഞാൻ സാക്ഷ്യ വചന വിശകലനത്തിലെടുക്കാൻ കാരണം ഈ മകളുടെ കൃപ നിറഞ്ഞ ഒരു ജീവിതമാണ്. 1 കൊരിന്തോസ് 15:10 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് എല്ലാവരേക്കാളും കൂടുതലായി ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോൾ പണ്ട് നിങ്ങൾ ഇവിടെ മരിയൻ തപസ് ധ്യാനം കൂടിയിരിക്കുന്ന സഹോദരങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഒരു 3-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്പോഴും ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വചനം ഇതാണ്. അതായത്, നിങ്ങൾ അധ്വാനിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തുസുകാരിലെ സഭയ്ക്ക് എഴുതിയ ഒരു ശക്തമായ വചനമാണ്. കൃപ എപ്പോഴും അത് ദൈവവേലയ്ക്കുള്ളതാണ്, അധ്വാനിക്കാനുള്ളതാണ്. അതിൻ്റെ ഒരു നേർ ഉദാഹരണമാണ് ഈ ഒരു സാക്ഷ്യം. ഈ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിട്ടും താഴെ പിൻ ചെയ്തിരുന്ന സാക്ഷ്യം ഉറപ്പായിട്ടും 2-3 തവണ ആവർത്തി നിങ്ങൾ കേൾക്കണം. തീർച്ചയായിട്ടും നിങ്ങളിലും വലിയ ദൈവസ്നേഹം രൂപപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വലിയ മരിയൻ പ്രേക്ഷിതരായി ഈ ഒരു സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്ക് വളരാൻ പറ്റും. കാരണം അത്രമാത്രം തീക്ഷ്ണതയോടുകൂടിയിട്ടാണ് ഈ മകൾ ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മൾ എപ്പോഴും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുള്ളത് പോലെ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എന്നുള്ളത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. ഈ ചെയ്യുന്ന പദ്ധതിയാണ് എന്ന് വെളിവാക്കുന്ന 2 വലിയ ദൈവിക ഇടപെടലുകളും എന്താണ് ഈ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എന്നുള്ളത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ് എന്ന് വെളിവാക്കുന്ന വലിയൊരു സാക്ഷ്യമാണിത്. ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് എല്ലാ മാസവും 5 കെട്ട് ഇംഗ്ലീഷ് പത്രം കാനഡയിലേക്ക് വരുത്തിക്കും. അവിടെ -30 ഒക്കെയാണ് ടെമ്പറേച്ചർ. എന്നിരുന്നാൽ പോലും ഈ മകൾ പറയുന്നുണ്ട്, പള്ളികളിൽ വരുന്നവർ അവർ ഈശോയെ അറിയാവുന്നവരാണ്, വിശ്വാസ തീഷ്ണതയാൽ ജ്വലിക്കുന്നവരാണ്, അവർ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ വരുന്നവർക്ക് ഞാൻ അങ്ങനെ കൃപാസനം പത്രം കൊടുക്കാറില്ല. ഇവർ തേടിപ്പിടിച്ച് സ്ട്രീറ്റിലെല്ലാം പോയി ഈശോയെ അറിയാത്ത വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ചെയ്തതുപോലെ വിജാതിയർക്ക്, അതായത് ഇതുവരെ ഈ കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചോ ദൈവസ്നേഹത്തെക്കുറിച്ചോ അറിയാത്ത വ്യക്തികൾക്കാണ് ഇവിടെ നിന്ന് കാനഡയിലോട്ട് വരുത്തിക്കുന്ന ഈ 5 കെട്ട് പത്രവും ഓരോ ആഴ്ച കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവുമാണ് ഈ ചെയ്യുന്നത്. എന്നിട്ട് വേറൊരു കാര്യവും കൂടി ഈ മകള് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് മത്തായി 5:47 തിരുവചനമാണ്. വിശേഷ വിധിയായി ചെയ്യുന്നത്, ഞാൻ ഈ ഓരോ പത്രം എടുക്കുമ്പോഴും അതിൽ കൃപാസനം ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. നിങ്ങൾക്കറിയാവുന്ന പോലെ വേറൊരു ദേശത്ത് ചെല്ലുമ്പോൾ ഒരുപാട് മക്കളാണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു മരിയൻ സമാശ്വാസം ലഭിക്കുവാൻ ഒരു മരിയൻ മിഷണറി എന്ന നിലയിൽ ഈ മകളുടെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസും ഈ പത്രത്തിൽ എഴുതും. അപ്പോൾ ഈ പത്രം ലഭിക്കുന്ന ആൾക്കാർ ഈ പത്രം വായിക്കുക മാത്രമല്ല, ഈ മകളെ വിളിച്ച് ഈ കൃപാസനത്തെ പറ്റി അന്വേഷിക്കുകയും ഒപ്പം തന്നെ ഇങ്ങനെ ഒരു മരിയൻ ഇടപെടലിൻ്റെ ഒരു സന്നിധാനമുണ്ട് എന്നുള്ള ആ ഒരു വിവരം ഈ ദുരിതം അനുഭവിക്കുന്ന മക്കൾക്ക് ഈ മകൾ പാസ് ചെയ്യുകയും ചെയ്യും.
പിന്നീട് ഈ മകൾ പറയുന്നുണ്ട്, ഇങ്ങനെ സ്ട്രീറ്റിലൂടെയൊക്കെ ഞാൻ നടന്നു കൊടുക്കുമ്പോൾ ചിലരിത് കളയും, ചിലർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ കനഡിയൻസ് അത് ചെയ്യാറില്ല, അവർ വേണമെങ്കിൽ വേണമെന്ന് പറയും, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയും. പക്ഷെ ബാക്കിയുള്ളവർ അത് മേടിച്ചിട്ട് കളയാറുണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ പത്രം കൊടുത്തിട്ട് പോവില്ല, ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യുക ചെയ്യുന്നത്. കുറേ നേരം ഞാനവിടെ നിൽക്കും, അവരെ വാച്ച് ചെയ്ത് അവസാനം അവർ പോയി കഴിയുമ്പോൾ എല്ലാവരും ആ പെർട്ടിക്കുലർ വ്യക്തി പോയി കഴിയുമ്പോൾ ഞാൻ എല്ലാ ഡസ്റ്റ്ബിന്നും, അത് ഞാൻ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല, എല്ലാ ഡസ്റ്റ്ബിനും, ഒരുപക്ഷെ അവിടെ ഹോംലെസ്സുകൾ പോലും ചെയ്യില്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഹോംലെസ്സുകളെ ചെയ്യുള്ളൂ, അവരും ചെയ്തോളന്നില്ല. എല്ലാ ഡസ്റ്റ്ബിന്നും പൊക്കി നോക്കി, എല്ലാ വേസ്റ്റും അതിലുണ്ടാവും, അവരെല്ലാവരും കാണുന്നുണ്ടാവും. ഈ ഡസ്റ്റ്ബിനൊക്കെ പൊക്കി നോക്കി, ഇതിൽ നിന്ന് പത്രമില്ല, ഒരു പത്രം എനിക്ക് കിട്ടാറുണ്ട്, ഇതെടുത്ത് അതിൽ ചെളിയൊക്കെ കളഞ്ഞ് അത് ചെയ്യുമ്പോൾ ശരിക്കും ഒരു നാണക്കേടാണ്. പക്ഷെ അതിനേക്കാളും വലുത് അത് മറ്റുള്ളവരെന്ത് ചെയ്യുന്ന ചിന്തയേക്കാളപ്പുറത്ത് എൻ്റെ ദൈവം എന്നെ പറ്റി ചിന്തിക്കും, ഞാനത് വിചാരിക്കാറുള്ളൂ. എനിക്ക് വളരെ അഭിഷേകമുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് സന്തോഷമാണ്. അത് ഇത്ര നാണം കെട്ട് അച്ഛൻ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഡീപ്രമോഷനാണ്, അതെല്ലാവരും മുന്നിൽ നാണം കെട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അഭിഷേകമാണ്, ഞാനത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അതാണ് അവിടെ അത് വരെ അവസാനിക്കും. അതായത് ഞാൻ കൊടുക്കുന്ന ഒരു പത്രം പോലും വേസ്റ്റ് ആവരുത്, അതൊരാളെ നിത്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു വാതിലാണ്. അങ്ങനെയാണ് ഞാൻ കൃപാസനപത്രം കാണുന്നത്. അപ്പോൾ അത് വേസ്റ്റ് എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. വലിയൊരു കൃപയുടെ നേർസാക്ഷ്യമാണത്. വീണ്ടും കാരുണ്യ പ്രവർത്തികളെക്കുറിച്ച് ഈ മകള് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ഫുഡ് ബാങ്കിൽ അങ്ങനെ കൊടുക്കാറില്ല, ഞാൻ ഈശോയുടെ പേരിൽ, ഈശോയുടെ നാമത്തിൽ എനിക്ക് തന്നെ ചെയ്യണം, ഞാൻ ഈശോയ്ക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോംലെസ് ആയിട്ടുള്ള, ഭക്ഷണമില്ലാത്ത ആൾക്കാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ് ഞാൻ ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. വിഷമിക്കുന്ന ആര് വന്നാലും എൻ്റെ കയ്യിലുള്ള എന്തും ഞാൻ അവർക്ക് കൊടുക്കും. ഇങ്ങനെ വലിയ ദൈവിക തീക്ഷ്ണതയാൽ എരിഞ്ഞുകൊണ്ടാണ് ഈ മകള് മരിയൻ ഉടമ്പടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇത് മത്തായി 5:16 തിരുവചനമാണ്. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം, ക്രിസ്തുവാകുന്ന നിങ്ങളിൽ വസിക്കുന്ന വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്ന ഒരു ശക്തമായ വചനമാണ് മത്തായി 5:16. ഞാൻ എൻ്റെ പ്രൊഫഷൻ ഡേയിൽ തിരഞ്ഞെടുത്ത എൻ്റെ ആപ്തവാക്യം എന്നുള്ളത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 7-ാം തിരുവചനമാണ്. ഈ ഒരു മത്തായി 5:16 തിരുവചനമായിട്ട് സാമ്യമുള്ള വലിയൊരു തിരുവചന ഭാഗമാണ്. അതായത് ദൈവം എപ്പോഴാണ് തൻ്റെ ആത്മാവിനെ ഒരു വ്യക്തിയിലോട്ട് അയക്കുന്നത്, ആ വ്യക്തിക്ക് എന്തിനാണ് ആത്മാവിനെ നൽകുന്നത്, അതാണ് ഈ ഒരു തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. വചനം ഇപ്രകാരമാണ്: അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ മക്കളുടെയും ലോകത്തിലുള്ള ഒരു പ്രേക്ഷിത ദൗത്യം ഇതാണ്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ കൃപാസനം കാരിസത്തിന് വേണ്ടിയിട്ടാണ് എനിക്കൊരു കോൺസക്രേഷൻ അഭിയുന്ന പിതാവ് നൽകിയത്. ഓരോ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളും ഈ ഒരു ദൈവവിളിയിലോട്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ മരിയൻ ഉടമ്പടിയാകുന്ന ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലെടുക്കുന്ന ഈ വലിയൊരു പ്രതിജ്ഞ, അത് ക്രിസ്തുവാകുന്ന വെളിച്ചം ലോകത്തിന് കൈമാറാനുള്ളതാണ്. അത് വൃത്തിയായി ചെയ്യുന്ന ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വൻ കാര്യങ്ങളാണ്, ശക്തനായവൻ്റെ വൻ കാര്യങ്ങളാണ് ചെയ്തത്, നടപ്പിൽ വരുത്തിയത്. ഈ മകള് സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്: കൃപാസനം എന്നുള്ളത് എനിക്കൊരു PR കിട്ടാനോ എൻ്റെ ഈ അനീത്തിക്കൊരു കുഞ്ഞിനെ കിട്ടാനോ ഞാൻ വന്ന ഒരു സ്ഥലമല്ല. എന്നെ ദൈവ സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ച ഒരു ഇടമാണ് കൃപാസനം എന്നുള്ളത്. കൃപാസനം എന്നുള്ളത് എൻ്റെ ഭൂമിയിലെ സ്വർഗമാണ്. മൂന്നാമതായിട്ട് ഈ മകൾ പറയുന്ന പ്രകാരമാണ് കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ വർഷവും കാനഡയിൽ ഇവരായിരിക്കുന്ന സ്ഥലത്ത് 12 കിലോമീറ്റർ വീതം നടന്ന് ഇവർ ജപമാല റാലി നടത്തും. അത് വലിയൊരു വിശ്വാസ പ്രഖ്യാപനമായിട്ടാണ്. ഒരുപാട് മക്കളുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പത്രത്തിലും ഇവരുടെ സ്വന്തം കോണ്ടാക്റ്റ് നമ്പർ എഴുതി വെക്കുന്നത് മൂലം ഒരുപാട് മക്കളാണ് ഇവരെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നത്. ഈ മക്കളുടെ എല്ലാം വിഷയങ്ങളെ ഈ ജപമാലയിൽ റാലിയിൽ നിയോഗം വെച്ചുകൊണ്ടാണ് ഈ 12 കിലോമീറ്റർ ഇവർ ജപമാല ചൊല്ലി റാലി നടത്തുന്നത്. ഇപ്രകാരം വിശേഷവിധിയായി ചെയ്തപ്പോൾ ഇവർക്ക് കാനഡയിൽ പെർമനൻറ്റ് PR തന്നാണ്
ദൈവമാതാവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കും. യാതൊരു സാധ്യതയില്ലായിരുന്നിട്ടും, യാതൊരു മെറിറ്റ് ഇല്ലായിരുന്നിട്ടും ഈ സഹോദരി പറയുന്നുണ്ട്, അതായത് IELTS പാസ്സാകുന്നതടക്കമുള്ള കടമ്പകൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ട് പോലും തക്ക സമയത്താണ് ദൈവമാതാവ് ഓരോരോ തടസ്സങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇവരെ സാക്ഷ്യപീഠത്തിലേക്ക് ഉയർത്തിയത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരുപാട് ചിന്തകളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കൃപാസനത്തിൽ വന്ന് മരിയൻ തപസ് കൂടുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണത്. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ചെയ്യുമ്പോൾ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കും. അതിനച്ഛൻ പറയുന്ന വലിയൊരു വചനഭാഗം ഇതാണ്, മത്തായി 6:33. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വചനമാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകപ്പെടും. അപ്പോൾ ഈ ചേർത്ത് നൽകപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ മരിയൻ ഉടമ്പടിയിൽ നാളിതുവരെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും എല്ലാ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടും നിങ്ങളുടെ വിഷയങ്ങളിൽ ഇതുവരെ ഒരു ദൈവിക തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു നടപടി ഇതാണ്. ദൈവിക പുണ്യങ്ങൾ കൂട്ടിക്കൊണ്ട് മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു കാണാൻ വേണ്ടിയിട്ട് ഒരു മകള് കുറച്ച് ദൂരെ നിന്നാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിഷയമായിട്ടാണ് എന്നെ കാണാൻ വന്നത്. അപ്പോൾ ഞാൻ ആ മകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്രകാരമാണ്. ആ മകളുടെ തടസ്സം ഇതാണ്, ദൈവസ്നേഹത്തോടെ അല്ല ആ മകള് ഈ ഉടമ്പടി നിബന്ധനകൾ ചെയ്യുന്നത്. അതായത് കൊളോസ്യൻസ് 3:10 തിരുവചനം അനുസരിച്ച് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഒത്തവിധം നവീകരിക്കപ്പെടുന്ന ഒരു പുതിയ സൃഷ്ടിയാകാനുള്ളൊരു വിളിയാണ് ഈ മരിയൻ ഉടമ്പടി എന്നുള്ളത്. ഈ മകളോ സാക്ഷ്യത്തിൽ അത് പറയുന്നുണ്ട്. TG എന്ന സഹോദരി ഹസ്ബൻഡ് ഇതേപോലെ ഒരു വ്യക്തിയുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്ന ആളാണ്, ആ ഒരു യോഗ്യതയാൽ ഈ മകൾ പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ് എൻ്റെ ഹസ്ബൻഡ് എല്ലാ തെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഹസ്ബൻഡ് ചെന്ന് ആ വ്യക്തിയോട് മാപ്പ് ചോദിക്കണം. ആ മകളുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഈ ഹസ്ബൻഡ് തന്നെ ആ വ്യക്തിയോട് പോയി ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇപ്രകാരം നമ്മളെ എളിമപ്പെടുത്താൻ ദൈവപിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവിനെ ദൈവം യെശയ്യാ 42:7 അനുസരിച്ച് വലിയ ദൗത്യങ്ങൾക്ക് വേണ്ടി നമ്മളെ നിയോഗിക്കുന്നത് ഈ ഒരു ദാസൻ ദാസി എന്ന പദവിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോഴാണ്. അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷം 12-18 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് തുടർന്നുള്ള വചനഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും, അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല, തെരുവീതികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ യെശയ്യാ 42:7 ദൗത്യവും. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ മക്കളുടെയും ദൗത്യവും ഇതുതന്നെയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഈശോയെ, ക്രിസ്തുവാകുന്ന വെളിച്ചം ലോകത്തിൽ കൈമാറുവാൻ, ഈ കാലഘട്ടത്തിൽ നിൻ്റെ കൈയും കാലുമായിട്ട് പ്രവർത്തിക്കുവാൻ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെ പ്രത്യേകമായിട്ട് നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അന്ധകാരത്തിലിരിക്കുന്നവരെ മോചിപ്പിക്കുന്നതിനും, അന്തർക്ക് കാഴ്ച നൽകുന്നതിനും, ഇരുട്ടറയിലായിരിക്കുന്നവർക്ക് വെളിച്ചം നൽകുന്നതിനും, ബന്ധനത്തിലായിരിക്കുന്നവർക്ക് മോചനം നൽകുവാനും ഇക്കാലഘട്ടത്തിൽ മരിയൻ ഉടമ്പടി വഴി ഞങ്ങളെയും ഈശോയെ നിൻ്റെ പ്രകാശമായി പ്രശോഭിക്കുവാൻ, ഈശോയെ അവരുടെ മുമ്പിൽ ക്രിസ്തു പ്രകാശം കൈമാറുവാൻ ഈ ശുശ്രൂഷയിലൂടെ പ്രത്യേകമായിട്ടുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ്
നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ദേവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജീന ഡേവിസ്, ഇരിങ്ങാലക്കുട രൂപത, താണിശ്ശേരി ഡോളേഴ്സ് ഇടവയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ സിസ്റ്റർ മീന വർഗീസ്, ഞങ്ങൾ ട്വിൻ സിസ്റ്ററാണ്. ഞാൻ എൻ്റെ രോഗസൗഖ്യമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്കൊരു 8 വർഷത്തോളം ശ്വാസതടസ്സവും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലവും ഉറക്കക്കുറവും ഉണ്ടായിരുന്നു. അപ്പോൾ HB കുറവാണെന്നാണ് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ പറയുന്നത്. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, കുറേ മരുന്നുകൾ കഴിച്ചു, ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടിയാണ്. ഞാൻ സ്കൂളിൽ നഴ്സറി ടീച്ചറാണ്, സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂളിലത്തെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴെല്ലാം ഈ ശ്വാസതടസ്സം കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നെഞ്ചത്ത് ഒരു കല്ലെടുത്ത് വെച്ച പോലത്തെ അനുഭവമായിരുന്നു. ശ്വാസ തടസ്സമായിട്ട് ഭയങ്കര അധികം പ്രയാസപ്പെട്ടിട്ടാണ് ജോലികൾ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ദൈവമേ, വീട്ടിലത്തെ ജോലിയും സ്കൂളിലത്തെ ജോലിയും എല്ലാം കൂടി മക്കളെ നോക്കണം, ഭർത്താവിനെയൊക്കെ നോക്കി വരുമ്പോൾ എനിക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത്, മാതാവേ എനിക്ക് രോഗസൗഖ്യം തരണേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ട്വിൻ സിസ്റ്റർ വഴിയാണ് ഇവിടെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ട്വിൻ സിസ്റ്ററും വർക്ക് ചെയ്യുന്നത് നഴ്സറി ടീച്ചറാണ്. ഞങ്ങൾ ട്വിൻസാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ട്വിൻസാണ് ഞങ്ങളുടെ ഹസ്ബൻഡ്സും. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വീട്ടിൽ ഒരുപോലെ തന്നെ കയറി, അതെല്ലാം ദൈവം ഭംഗിയായി അനുഗ്രഹിച്ചു. അപ്പോൾ ട്വിൻ സിസ്റ്ററുടെ ഒരു ടീച്ചർ വഴിയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ നന്നായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് രോഗസൗഖ്യം കിട്ടണേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. എനിക്ക് വീട്ടിലത്തെ ജോലികളൊക്കെ നന്നായി ചെയ്യാനായിട്ടുള്ള ഒരു കൃപ തരണേ എന്ന് നന്നായി പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ മാറാതെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥന രീതി ഒന്ന് മാറ്റി, ദൈവം എന്നെ പോലെ വേദനിക്കുന്ന എല്ലാവരുടെയും അസുഖങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. അന്നാട്ടും എനിക്കൊരു കുറവുണ്ടായില്ല. അവസാനം ഞാൻ ഉടമ്പടി എടുത്ത്, ആദ്യം വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കത് പറ്റാതെ വരുമോ, എന്നും പള്ളിയിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് പറ്റാതെ വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ പോയി. പിന്നെ വന്നപ്പോൾ ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഇങ്ങനെ ഒരു മെസ്സേജ് തന്നു എനിക്ക്. നീ ഉടമ്പടിയിൽ ഉപ്പ് വെള്ളത്തിൽ കലക്കി ഒരു 10 ദിവസം, അങ്ങനെ തന്നെ കൃത്യമായി എനിക്ക് എന്നെ നമ്പർ കിട്ടി. ഒരു 10 ദിവസം നീ അത് വെള്ളത്തിൽ ചാലിച്ച് കുടിക്കുക എന്ന് എനിക്കൊരു മെസ്സേജ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ അതുപോലെ ചെയ്ത് ആ 10 ദിവസം എത്തിയപ്പോൾ തന്നെ, അതായത് കുറേശ്ശെയായിട്ട് ഓരോ ദിവസമായിട്ട് ആ ഗ്യാസിൻ്റെ പ്രോബ്ലം അതുപോലെ തന്നെ ശ്വാസതടസ്സം അതെല്ലാം മാറി. അതുപോലെ തന്നെ അത് രണ്ടും മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ എന്നാലും ഉറക്കം അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടണില്ല. അപ്പോൾ ഞാൻ ഈ ഉറക്കമില്ലാത്ത ആളുകളുടെ ആ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കമില്ലാത്തൊരവസ്ഥ. ഉറക്കമില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഉറക്കമില്ലാതെ ഇരുന്നപ്പോൾ ഞാൻ കൊന്ത എത്തിക്കും 3 മണിക്കോ 2 മണിക്കൊക്കെ എനിക്ക് ഞാൻ കൊന്തെത്തിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എനിക്കൊന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്കൊരു മെസ്സേജ് തന്നു. തൈലത്തിൽ ഉപ്പ് ചാലിച്ച് കണ്ണിൽ പുരട്ടുക എന്നിങ്ങനെ ഒരു മെസ്സേജ് കിട്ടി. അപ്പോൾ അതനുസരിച്ച് ഞാൻ തൈലത്തിൽ ഉപ്പ് ചാലിച്ച് കണ്ണിൻ്റെ മിണ്ടയിൽ പുരട്ടി കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങിയപ്പോൾ സുഖമായിട്ട് എനിക്ക് ഉറക്കം കിട്ടി. പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല, ഉറക്കക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് ഞാൻ ഓർക്കണേ, ഓരോ വ്യക്തികളുടെയും വേദന എനിക്ക് മനസ്സിലാക്കി തരികയാണ്. ശ്വാസമുട്ടുള്ളവരുടെ ശ്വാസതടസ്സം, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവരുടെ വേദന, ഉറക്കമില്ലാത്തവരുടെ വേദന, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വേദനയെക്കുറിച്ച് മാതാവ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ സാമ്പത്തിക തകർച്ചകളും എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. എല്ലാവർക്കും ഓരോരുത്തരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ ഈ ഓരോ ബുദ്ധിമുട്ടുകളും നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് ഇത് തരുന്നത്. ഇത് വിചാരിച്ച് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെയിലും നല്ല കുറവുകളുണ്ട്, ഞങ്ങളിൽ നല്ല കുറവുകളുണ്ട്. പക്ഷെ അതെല്ലാം മാതാവ് അത് നികത്തി ഇങ്ങനെ ഞങ്ങളെ ഇങ്ങനെ ഉരുക്കി എടുക്കുകയാണ്. നല്ല മക്കളായി ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല മക്കളായി സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ 2 പേരെയും ഒരുക്കി എടുക്കുന്നതിനോർത്തേക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ശ്വാസതടസ്സവും ഗ്യാസിൻ്റെ പ്രോബ്ലവും അതുപോലെ ഉറക്കക്കുറവൊക്കെ മാറിക്കിട്ടി. അപ്പോൾ HB കുറവായാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. HB കുറവായാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ HB എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നും കൂടിയുള്ളൊരു മെസ്സേജ് മാതാവ് എന്നോട് നിങ്ങളൊക്കെ എല്ലാവരോടും പാസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാതും പ്രത്യേകം ശ്രദ്ധിക്കണേ.
പിന്നെ അതുപോലെ തന്നെ എനിക്ക് അപ്പോൾ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് എനിക്ക് വയ്യാതെ ഇപ്പോൾ ഏകദേശം ഒരു ഏജ് 50-ൻ്റെ അടുത്ത് എത്തിയാണ് ഞങ്ങൾ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ തൈലവും ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വയറ്റത്ത് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടി. മാതാവ് എന്നെ പ്രത്യേകം അനുഗ്രഹിച്ചു. പിന്നെ മറ്റൊരു ഒന്ന് പറയാനുള്ളത്, ഒരു ദിവസം ഓണത്തിന് ശേഷം മാതാവ് എപ്പോഴും ഒക്ടോബർ 20 എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു തീയതി തരികയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഇത് എന്താണ് ഈ ഒക്ടോബർ 20? അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എൻ്റെ മോനെ സൗഖ്യം തരാനായിരിക്കുമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മൂത്ത മകന് നട്ടലിന് വളവാണ്. അപ്പോൾ അവൻ്റെ അസുഖം മാറിയിട്ട് ഞാൻ അവിടെ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ അമ്മയുടെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നത്. എന്നിട്ട് ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്ന്. പക്ഷേ അവൻ വന്നിട്ടില്ല. പക്ഷേ അവൻ്റെ സാക്ഷ്യം കിട്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ്റെ നട്ടൽ നിവരാന്ന് പറഞ്ഞാൽ അവന് ഓപ്പറേഷൻ തന്നെ 20 ലക്ഷം വേണ്ടി വരും. അപ്പോൾ അത് ഇല്ലാതെ മാതാവ് മാറ്റി തരണേന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ മാതാവ് പറയുന്നത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ആദ്യം നമ്മൾ സാക്ഷ്യപ്പെടുത്തണം, അല്ലെങ്കിൽ പിന്നെ നമുക്കത് റിവേഴ്സ് ചെയ്യും. നമുക്ക് ആ അസ്വസ്ഥത നമുക്ക് വീണ്ടും വരും. അപ്പോൾ അത് ആ സ്വസ്ഥത വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് കിട്ടിയ സാക്ഷി ഇവിടെ വെളിപ്പെടുത്താം എന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കിട്ടി. അങ്ങനെ ആ ഒക്ടോബർ 20 എന്നുള്ള ഡേറ്റ് എനിക്കിങ്ങനെ വന്നപ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലേദിവസം ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1 തൊട്ട് 100 വരെ മാതാവേ, നാളത്തെ ദിവസം ഒക്ടോബർ 20 നാളെയാണല്ലോ, എന്താണോ ഇത്ര വലിയ അസ്വസ്ഥത എന്ന് വിചാരിച്ച് ഞാൻ ഒരു 100 വരയ്ക്ക് മാതാവേ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് ഒരു 2 മണിക്ക് ആയിട്ടുണ്ടാവും കിടന്നുറങ്ങിയപ്പോൾ, 2-2:30 ആയിട്ടുണ്ടാവും. എന്നിട്ട് പിറ്റേ ദിവസം ഒക്ടോബർ 20 ഞാൻ സ്കൂട്ടറിൽ നിന്ന് റോട്ടിലേക്ക് തെറിച്ചു വീണത്. പക്ഷെ ഒരു പോറലോ ഒന്നുമില്ലാതെ മാതാവ് എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ വലിയ ആപത്തിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. അങ്ങനെ കുറേയധികം സാക്ഷ്യങ്ങൾ എനിക്കും പറയാനുണ്ട്. ഇനിയുണ്ട് നിരവധിയായ അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ഇവിടെ വരാനായിട്ടും ഈ മാതാവിൻ്റെ സന്നിധിയിൽ വരാനായിട്ട് സാധിച്ചു. ഹസ്ബൻഡും ഒക്കെ വളരെ ക്ഷമയോടെ കൂടി എന്നെ ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞത് കേട്ടു. അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു, മാതാവ് ആഗ്രഹം സാധിച്ചെന്നു. ഭർത്താവും മക്കളൊക്കെ കൂടി ഇവിടെ കൃപാസനത്തിൽ വരാനായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആത്മീയമായ വളർച്ച ഉണ്ടായി. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോഴും മാതാവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധി പറയാനുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ മുന്നേ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് വയസ്സായവരെ ശുശ്രൂഷിക്കും. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും. പിന്നെ വഴിയിലൊക്കെ ഭിക്ഷയാചിരിക്കുന്നവർക്കൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും. അഥവാ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊതിച്ചോറ് വാങ്ങിച്ച് അവർക്ക് കൊടുക്കും. അപ്പോൾ അത് കണ്ടിട്ട് അവിടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ 2-3 ചെറുപ്പം കുട്ടികൾ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്കത് ഭയങ്കര ഒരു ഫീലിംഗ് ആയല്ലോ ചേച്ചിയെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഇത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഒരു കൃപ കിട്ടുകയുള്ളൂ. അതിനൊക്കെയുള്ള ഒരു ശക്തിയും ആത്മീയമായൊരു ഉണർവ് പ്രത്യേകം കിട്ടും. ഞാൻ ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇവരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ദൈവമേ എന്നാൽ ഇവിടെ കയറി സാക്ഷ്യം പറയാൻ പറ്റുക എന്ന് ഞാനും കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം വന്നു സാക്ഷ്യം പറയാനായിട്ട്. അപ്പോഴൊക്കെ തിരിച്ചു പോയി. ഒന്നും കൂടി ആത്മീയമായിട്ട് ഉണർവ് വരട്ടെ, ഒന്നും കൂടി സാക്ഷ്യങ്ങളൊക്കെ വരട്ടെ, അങ്ങനെ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വിട്ടു. പക്ഷേ ഇന്നാണ് അതിനൊരു യോഗം വന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം സാക്ഷ്യം പറയാൻ ഇതുപോലെ ഒരു സമയം മാതാവ് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ആ സമയത്തിലേക്ക് എത്തണം. മാങ്ങ പഴുത്താലാണ് മാങ്ങയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ ഉരുക്കി വാർത്ത് നമ്മൾ ആത്മീയമായ ആ ചൈതന്യത്തിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് മാതാവ് ഒരുക്കും. അതിനു വേണ്ടി മാതാവ് നമ്മളെ പാകപ്പെടുത്തുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ശരിക്കായിട്ട് നമുക്കിവിടെ ആത്മീയ ചൈതന്യത്തിൽ സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിലും കൂടുതൽ എനിക്ക് പറയാനുണ്ട്. സമയ ചുരുക്കൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. പിന്നെ കുർബാനയ്ക്ക് ഡെയിലി പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡെയിലി പോകാൻ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റാറില്ലെങ്കിലും ഒരുവിധം ഞാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ പോകാറുണ്ട്. കുമ്പസാരം, അതുപോലെ തന്നെ ബൈബിൾ വായന, കൊന്ത ചൊല്ല്, ബൈബിള്, അതുപോലെ തന്നെ ഒരു ദിവസം മാതാവ് എനിക്ക് മെസ്സേജ് തന്നു.
എല്ലാ ദിവസവും സ്റ്റാറ്റസിൽ ഒരു ബൈബിൾ വചനം സ്റ്റാറ്റസ് ഇടാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ബൈബിൾ ബോക്സിൽ നിന്ന് ഒരു ബൈബിൾ വചനം എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇടും. അതിൽ നിന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഇതിങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് തന്ന മെസ്സേജാണ് അങ്ങനെ ഒരു വചനം സെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ സെൻഡ് ചെയ്തതാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളൊക്കെ അത് റീഡ് ചെയ്യാറുണ്ട്. ഭയങ്കര അധികം ഞങ്ങൾക്ക് ആത്മീയമായ ഒരു അനുഭൂതി കിട്ടാറുണ്ട് കേട്ടോ ടീച്ചറെ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വളരെയധികം മാതാവ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൃപാസന പ്രസാദ് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇവിടെ സിസ്റ്റേഴ്സും അച്ഛനും ജോസഫ് അച്ഛനും എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയാനുഗ്രഹവും എല്ലാവർക്കും സമൃദ്ധമായി ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. ഇനിയും ഉണ്ട് കുറേ കാര്യങ്ങൾ, ഇതിലും വലിയ സാക്ഷിയായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. കൃപാസന അമ്മ സ്വർഗത്തിൽ നിന്നും നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈശോയും അമ്മയും എന്നെ അനുവദിച്ചതിനെ ഓർത്ത് കോടാനുകോടി നന്ദിയും സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 സ്വസ്ത്രം നന്ദി മഹത്വം. ഞാൻ ഇവിടെ ഈ ഉടമ്പടിയുടെ കാര്യമൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഫസ്റ്റ് യൂട്യൂബിൽ ഞാൻ നോക്കുമ്പോൾ ജോസഫച്ചൻ്റെ ടോക്കുകൾ ഞാനിങ്ങനെ കേൾക്കും. അതെനിക്ക് ഭയങ്കര ഹൃദയസ്പർശിയായിട്ട് തോന്നി. ഞാൻ രാത്രിയിൽ ചിലപ്പോൾ 2 മണി 2:30 വരെയൊക്കെ ചിലപ്പോൾ ഈ ടോക്ക് കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഹൃദയസ്പർശിയായിട്ട് തോന്നുന്നത് കൊണ്ട് എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ ഉടമ്പടി എന്ന ഒരു കാര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ സ്കൂളിൽ ലിജി ടീച്ചർ, ആ ടീച്ചർ വഴിയാണ് ഇങ്ങനെ ഈ ഉടമ്പടിയുടെ കാര്യം അറിയുന്നത്. അങ്ങനെ ഇവിടെ ആദ്യമായിട്ട് ഞാനും ടീച്ചറും കൂടിയാണ് ഈ കൃപാസനം എന്ന് പറയുന്ന ഈ പള്ളിയിലേക്ക് വരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു 12/11/2022. ഉടമ്പടിയിലെ ഫസ്റ്റത്തെ നിയോഗം അത് സാധ്യമാക്കിക്കൊണ്ട് എന്നെ ഇവിടെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ദൈവം വരുത്തും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം കാണപ്പെടാത്തത് ഉണ്ട് എന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും അതാണല്ലോ വിശ്വാസം. എനിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയട്ടെ, ഇവിടെ ഞാനിങ്ങനെ ഫസ്റ്റത്തെ നിയോഗം വിശ്വാസം രക്ഷപ്രാപിക്കണമെന്നുള്ളൊരു നിയോഗവുമായിട്ടാണ് ഞാനിവിടെ കടന്നു വന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ആദ്യം മടിച്ചതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ ഹസ്ബൻഡ് വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്ഥലം വിട്ടു കൊടുക്കുന്നില്ല ആർക്കും. ഇവിടെ നിന്ന് മാതാവിൻ്റെ അടുത്ത് തന്നെ നിന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നീ അപ്പുറത്ത് പോയി മണ്ണ് അതെടുത്ത് കൊണ്ടുപോവാം. അങ്ങനെ അത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഹസ്ബൻഡും കൂടി വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് വേഗം അച്ഛനെ കാണണം, പ്രാർത്ഥിക്കണം, ഇതാണ് എൻ്റെ തിരക്ക്. അപ്പോൾ ഉടമ്പടി എടുത്ത് വരുമ്പോഴേക്കും 90 ദിവസം ആവണ്ടേ. അപ്പം അതിനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പറഞ്ഞു ഹസ്ബൻഡിനെയും കൂട്ടി വരാനായിട്ട് ആ ഓഫീസിലുള്ള ബ്രദർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിറ്റേ ആഴ്ച ഈ മണ്ണ് കൊണ്ട് ഇട്ടപ്പോൾ പിറ്റേ ആഴ്ച തന്നെ ഹസ്ബൻഡ് ലീവ് എടുത്ത് വരികയും ഇവിടെ ഈ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതൊരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹസ്ബൻഡൊക്കെ വളരെ നല്ല ഒരു മനുഷ്യനാണ്, നന്നായിട്ട് സ്നേഹമുള്ളവരാണ്. വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് അവരെ വരുത്താൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇങ്ങനെയൊക്കെ പ്രവർത്തിപ്പിച്ചത്. പിന്നെ ഈ ഉടമ്പടി ഉപ്പ് അത് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മകൾക്ക് BBAക്ക് നല്ല മാർക്ക് കിട്ടി. ഞാൻ വിശ്വാസത്തിനെ കുറിച്ച് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം എനിക്ക് നല്ല നല്ല വചനങ്ങളാണ് നൽകുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:20 അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ആ ഒരു വചനം എനിക്ക് പകർന്നു തന്നു. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആദ്യം നന്മ നിറഞ്ഞ മറിയമേ സ്വർഗസ്ഥനായി ചൊല്ലിയിട്ട് വേണം സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ എന്നാണ് കരുതിയിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞല്ലോ ട്വിൻസാണെന്ന്. അപ്പോൾ ഞാൻ വരുമ്പോൾ നമ്മളിങ്ങനെ കല്യാണച്ചക്കനും പെണ്ണും കയറുമല്ലോ, ആ സ്റ്റെപ്പ് കയറുന്ന നേരത്ത് സ്വർഗസ്നായി നന്മ നിറഞ്ഞ് പറയാൻ വേണ്ടി എൻ്റെ നാവ് ഉയർത്തിയപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു പോയത്. എനിക്ക് 2 മക്കളുണ്ടായിരുന്നതിൽ മൂത്ത മോനെ ദൈവം വിളിച്ചു, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു.
പക്ഷെ അവൻ ഉറങ്ങുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ഒരു സൗമ്യ എന്ന് പറഞ്ഞ വ്യക്തി സാക്ഷ്യം പറയുകയുണ്ടായി. മകള് മരിച്ചു പോയിട്ട്, അത് മാതാവിൻ്റെ മടിയിൽ മകളുള്ളത്. അതുപോലെ തന്നെ എനിക്കും അമ്മയുടെ മടിയിലാണ് എൻ്റെ മകൻ എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഈ ഉടമ്പടി എടുത്തപ്പോഴാണ് ആ ശക്തി എനിക്ക് കിട്ടിയത്. അങ്ങനെ ആ ശക്തിയിൽ നിന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു, എനിക്ക് ആനന്ദം വന്നു. ശരിക്കും എൻ്റെ ഉള്ളിൽ ആനന്ദം വന്നു. മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ നിരന്തരം എന്നും 5:30 പ്രയറിൽ ജോസഫച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പ്രാർത്ഥിക്കും, അത് പുരട്ടി പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ വളരെ വലിയ ശക്തിയാണ്. ഒരു ദിവസം എൻ്റെ സിസ്റ്റർ ജീന പറഞ്ഞു, എനിക്ക് മുല്ലപ്പൂവിൻ്റെ നല്ല മണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അനുഭവപ്പെട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവ് എനിക്കത് അനുഭവപ്പെടാഞ്ഞത്? അപ്പോൾ മാതാവ് പറഞ്ഞു, നീയും ഇതുപോലെ വചനം ഇടൂ, സ്റ്റാറ്റസ് ഇടൂ, അപ്പോൾ എനിക്കും സ്വർഗീയ അനുഭൂതി ഉണ്ടാകും. മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്, മാതാവിൻ്റെ സാന്നിധ്യം നിനക്കും അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങി. സ്റ്റാറ്റസിൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാലെ നല്ല പോലെ വചനങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് കഴിയുന്നു. ഇതൊന്നും ഞങ്ങളുടെ ഒരു കഴിവുമല്ല. പരിശുദ്ധാത്മാവിന് ദൈവത്തിന് ഞങ്ങളിലൂടെ വലിയ ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. അതിലേക്കാണ് ഞങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഞാനിവിടെ നിങ്ങളെപ്പോലെ ഇരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഞാനിരിക്കുമ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് ശരിക്കും കോൺസെൻട്രേഷനിൽ കേൾക്കില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ നിയോഗം വേഗം സാധിക്കണം. ആ ഒരു ശ്രദ്ധയിൽ ഈശോയുടെയും മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ എൻ്റെ നിയോഗങ്ങൾ പറയുകയിലായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഈ സാക്ഷ്യം ശരിക്ക് ഉണർവോടിരുന്ന് കേൾക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കുകയും സാധിപ്പിച്ചു തരികയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കും. ആ ദർശനത്തിന് വീണ്ടും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മ മാതാവ് അതിന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം മാതാവിൻ്റെ കൊന്തമാസം ശരിക്കും പെട്രോൾ ഇത് കരിഞ്ഞു പോകേണ്ടതായിരുന്നു. അത് സാക്ഷിയോട് പറയാൻ എന്നുള്ള പോലെ പറഞ്ഞത്. പക്ഷേ എനിക്ക് അമ്മ എന്നെ രക്ഷിച്ചതാണ്. കത്തിക്കരിഞ്ഞു പോകേണ്ടതായിരുന്നു. ഞാൻ കൊന്ത ചൊല്ലി മാതാവിൻ്റെ അടുത്തിരുന്നു. അപ്പോൾ ഞാൻ അടുപ്പിൽ ചോറ് വയ്ക്കാനായി തീ പൂട്ടിയ കാര്യം മറന്നുപോയി. പെട്ടെന്ന് എൻ്റെ വായിൽ തന്നെ ഞാൻ അങ്ങനെ പറയുകയാണ്, വയറ് നിറയെ പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് ഞാൻ വയറാ, അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ തീ പൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ അതിലേക്ക് ചെറിയൊരു കൊള്ളി കത്തിച്ചിട്ടതും എൻ്റെ കയ്യിലെ കുപ്പിയിൽ പെട്രോൾ ഉണ്ടായിരുന്നു, അതിലേക്ക് തീ ആഞ്ഞു കയറി. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ ആ കുപ്പി താഴെ വീണെന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇല്ല. പക്ഷേ അമ്മ ആ പെട്രോളിൻ്റെ ഉള്ളിലേക്ക് തീ കടന്നു പോയിട്ട് പോലും എനിക്ക് ഒരു തരി പോലും എന്നെ പൊള്ളൽ ഏൽപ്പിച്ചില്ല. അത് എത്രയും വേഗം പുറത്തേക്കിടാനായിട്ടുള്ള പ്രചോദനം നൽകുകയും ഞാനത് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ 2 വീലറിൽ നിന്ന് എത്ര പ്രാവശ്യം അപകടപ്പെടേണ്ടതായിരുന്നു. അതെല്ലാം എൻ്റെ അമ്മയും ഈശോയും ഞങ്ങളെ സംരക്ഷിച്ചതാണ്. ഇപ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും വലിയ സാക്ഷ്യവുമായി വരുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ടും ഇതുവരെ ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ സ്വസ്ത്രം, ദൈവമേ നന്ദി, യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്വസ്ത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് സ്തുതി, നന്ദി, മഹത്വം. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അധരങ്ങൾ പ്രബോധനം നിറയുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. സങ്കീർത്തനം 16:7. ദൈവമാണ് നമുക്ക് മാർഗനിർദ്ദേശനം നൽകുന്നത്. ജീവിതത്തിലെ രാത്രികളിൽ, നിശബ്ദമായ സമയങ്ങളിൽ, ആശങ്കകളും ഉത്കണ്ഠകളും നിറയുന്ന സമയങ്ങളിലും ദൈവത്തിൻ്റെ ഒരനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ദൈവത്തിൻ്റെ ഒരു സാമീപ്യം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും കാണുവാൻ സാധിക്കുന്നതാണ്. ജെയിൻ ഡേവിസും മീന വർഗീസും നമ്മളോട് ഷെയർ ചെയ്ത ഈ വലിയൊരു സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈശോയുടെയും അമ്മയുടെയും ആഴത്തിലുള്ള ഒരു സ്നേഹവും സംരക്ഷണവുമാണ്. ഈ മക്കളുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ്, പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് ഈ മകൾക്ക് നല്ലൊരു രോഗശാന്തി ലഭിച്ചത്.
ശ്വാസതടസ്സത്തിൽ നിന്നും പിന്നെ ഉറക്കമില്ലായ്മയിൽ നിന്നും എല്ലാം ഒരു ശാരീരികമായിട്ടുള്ള ഒരു വലിയ ഒരു സൗഖ്യമാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് കൊടുത്തത്. പിന്നെ ഈ മക്കൾ പറഞ്ഞത്, കൃപാസന അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലെ മണ്ണ് കൊണ്ടുപോയി പ്രാർത്ഥിച്ചപ്പോഴാണ് വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കും ഈശോയിലേക്കും അമ്മയിലേക്കും വരാൻ ഒരാഗ്രഹം തോന്നുകയും അവരെ ഇങ്ങോട്ട് നയിക്കുകയും ചെയ്തത്. എല്ലാ പ്രാർത്ഥനകളും നമ്മൾ ചെയ്യുന്ന ഓരോ ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് തരുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി മക്കൾക്ക് ലഭിക്കുന്നത്. മീന വർഗീസ് പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് മകൻ നഷ്ടപ്പെട്ട ദുഃഖം മനസ്സിലുണ്ടായിരുന്നു. പിന്നീടാണ് ഇവിടെയുള്ള ഒരു യൂട്യൂബ് കേട്ടപ്പോൾ മകൻ ഉറങ്ങുവാന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വരികയും ഈശോയ്ക്കും അമ്മയ്ക്കും വിട്ടുകൊടുത്തപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിലും ഒരു പുത്തൻ വിശ്വാസം, പുത്തൻ വഴി, ഒരു പുത്തൻ ജീവിത രീതി തന്നെ ഈ മകളുടെ ജീവിതത്തിൽ വന്നത്. പിന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും സാന്നിധ്യവും മനസ്സിലാക്കാനായിട്ടുള്ള സുഗന്ധാഭിഷേകം ഇവർക്ക് ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾക്കും വിശ്വസിക്കാം, നമ്മുടെ ദൈവം, നമ്മുടെ അമ്മ നമുക്കും വഴി കാട്ടി നമ്മുടെ മുൻപേ പോകുന്നുണ്ട്. ഓരോ നിമിഷവും ഓരോ സമയവും നമ്മൾ ഓരോ പ്രാവശ്യം അമ്മയുടെ അടുത്ത് വരുമ്പോഴും അമ്മ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും കേട്ട് എടുത്ത് പരിശുദ്ധ കുമാരൻ്റെ അരികിലേക്ക്, മകൻ്റെ അരികിലേക്ക് എല്ലാം കൊടുക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ദൈവത്തെ അന്വേഷിച്ച് അവിടുത്തെ ഉപദേശം കേട്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ ഒറ്റപ്പെട്ട സമയങ്ങളിലും നേരായ വഴിയിൽ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും, ഈശോയുടെയും അമ്മയുടെയും കൂടെ. നമുക്കും ഉടമ്പടി ജീവിതത്തിൽ കർത്താവിനെ വാഴ്ത്തി രാത്രിയിലും നമ്മുടെ അന്തരംഗങ്ങളിൽ ഈശോയുടെ ശബ്ദവും അമ്മയുടെ സംരക്ഷണവും നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീന ഡേവിസിനും മീന വർഗീസിൻ്റെയും കുടുംബങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഈശോയുടെയും അമ്മയും കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ചെയ്ത തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് നിഷ, ഹസ്ബൻഡ് ബിനു, മക്കൾ കാൻഡിസ്, നോയൽ. ഞങ്ങൾ പൂനെയിൽ കാർമൽ പാരിഷ് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് യൂട്യൂബിലൂടെയാണ്. യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അതിനുശേഷം ഞാൻ ആദ്യമായി ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു. 2023 ഡിസംബർ 28-ാം തീയതിയാണ് ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ മോൻ്റെ MBBS പഠനത്തിന് ശേഷം ഞാനും അവനും കൂടി ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുകയും മോൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ, മോൻ ഇവിടെ വന്നത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവന് മാതാവിൻ്റെ രൂപമെടുത്ത് പ്രദർശനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കണമേ എന്ന് മോനോട് ഞാൻ പറഞ്ഞിരുന്നു. മോനെ, നീ അതുപോലെ പ്രാർത്ഥിക്കണം. അതുപോലെ അവനത് മാതാവിനെ കിട്ടുകയും അതുപോലെ ജോസഫ് അച്ഛൻ്റെ തലയിൽ വെച്ചുള്ള ബ്ലെസ്സിങ്സ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളിവിടെ നിന്ന് പോയത്. പിന്നെ ഓഗസ്റ്റിലായിരുന്നു അവൻ്റെ നീറ്റ് PG എക്സാമിന് ശേഷം ഞങ്ങൾക്ക് ഇവൻ ഏത് ബ്രാഞ്ച് സെലക്ട് ചെയ്യണമെന്ന് അത്ര ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവന് നീറ്റിന് കിട്ടിയ സ്കോറ് വെച്ച് നോക്കുമ്പോൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാഞ്ച്, അവൻ ആഗ്രഹിച്ചിരുന്ന ബ്രാഞ്ചിൽ തന്നെ കിട്ടാനായിരുന്നു സാധ്യതയുണ്ടായിരുന്നത്. പിന്നെ നീറ്റ് കൗൺസിലിംഗ് സ്റ്റാർട്ടായ സമയത്ത് സെൻറ്റ് ജോൺസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പൂനെയിലായതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാൺ ഡയോസിസിലെ ബിഷപ്പിൻ്റെ ലെറ്ററും ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ടാണ്, ബാപ്റ്റിസം സർട്ടിഫിക്കറ്റുമായിട്ടാണ് സെൻറ്റ് ജോൺസിൽ വരേണ്ടിയിരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അവൻ സെൻറ്റ് ജോൺസിൽ വരികയും ആ വന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവർ വന്ന് എന്നോട് പറഞ്ഞു, അമ്മ, ആ കോളേജ് നല്ലതാണ്, എനിക്ക് അവിടെ കിട്ടുവാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ്. പിന്നീട് ഞങ്ങളപ്പം സെൻറ്റ് ജോൺസ് എന്ന് എപ്പോഴും മനസ്സിൽ കരുതി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം റൗണ്ട് 1 കൗൺസിലിംഗ് തുടങ്ങി. ആ സമയത്ത് നമുക്ക് മനസ്സിലായി സൈക്കാട്രി ബ്രാഞ്ചിലോട്ട്
ഞങ്ങൾ കാറ്റഗറി 3 ആണ്. കാറ്റഗറി 1 ഒരു സീറ്റാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാർക്കുള്ള സീറ്റാണ്, അവർ ഡോക്ടറാണെങ്കിൽ അവർക്കുള്ളത്. കാറ്റഗറി 2 3 സീറ്റ് സെൻറ്റ് ജോൺസിൽ പഠിച്ചിട്ടുള്ള MBBS അവിടെ നിന്ന് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അവർക്കാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി 3 ആണ്, ഞങ്ങൾക്ക് സീറ്റൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അന്ന് തന്നെ ഞാൻ ലൈറ്റ് എ ക്യാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ മാതാവ് ഞങ്ങളെ പ്രത്യേകമായിട്ട് ഈ ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു, അത് പൂർത്തിയാകാനായിട്ട് ചില ചലഞ്ചായിട്ട് എനിക്കൊരു സാഹചര്യം ഒരുക്കി തരികയുണ്ടായി. ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു യൂട്യൂബറാണ്. എനിക്ക് ഏകദേശം 41,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബ് ചാനലിൽ. ഒരു നവംബർ 11 ഞാൻ എൻ്റെ ചാനലിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്തു. ഏകദേശം ഒരു ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ആദ്യത്തെ വീഡിയോ. അതിനുശേഷം 4 മണിയായപ്പോഴത്തേക്കും അടുത്ത വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4:15 ആയപ്പോഴത്തേക്ക് എൻ്റെ സൊസൈറ്റിയിലൊരു ആൻറ്റി വന്ന് പറഞ്ഞു, നിഷ എന്തോ നിൻ്റെ വീഡിയോ ചാനലിൽ പറ്റിയിട്ടുണ്ട്, സം വിയേർഡ് മെസ്സേജ് വരുന്നുണ്ട് എന്ന് നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചാനൽ ടെർമിനേറ്റായി. പ്രത്യേകിച്ചൊരു റീസണും എനിക്ക് മനസ്സിലായില്ല, ചാനൽ ടെർമിനേറ്റായി. അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു, മോൻ മെസ്സേജ് നോക്കിയിട്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെ മെയിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അമ്മയുടെ ചാനൽ ടെർമിനേറ്റായി പോയിട്ടുണ്ട്, അവിടെ നിന്നൊരു മെസ്സേജ് വന്നു അപ്പീൽ ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ അപ്പീൽ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്ന് അവർ പറഞ്ഞു, നിങ്ങളുടെ ചാനലിന് ഞങ്ങൾ ചെക്ക് ചെയ്തു, ടെർമിനേറ്റാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ല ഞാൻ വേറൊരു ചാനൽ തുടങ്ങാം. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെ തുടങ്ങിയാലും ഇങ്ങനൊരു മിസ്റ്റേക്കിൽ അവർ എൻ്റെ ഫേസ് ID ഒക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് എന്നെ ടെർമിനേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം കാരണം എനിക്ക് യൂട്യൂബിൽ ഞാൻ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ വീഴ്ച വന്നതായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പിന്നീട് തരാനുള്ള അനുഗ്രഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ടായിരിക്കാം ഇങ്ങനൊരു ചലഞ്ച് തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിലിനി ഉടമ്പടിയിലെ കുറേ പത്രങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ ആ പത്രം എല്ലാം എടുത്ത് അതിനകത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും അതുപോലെ തന്നെ തൈലമൊക്കെ പുരട്ടിയിട്ട് പത്രം എല്ലാം എടുത്തിട്ട് പിറ്റേ ദിവസം ഞാനും മോനും കൂടി അവിടെ, ഞാൻ ഇതുവരെ പോകാത്ത, പൂനെ താമസിച്ചിട്ട് 22 വർഷമായി, പക്ഷേ ഒരിക്കൽ പോലും പോകാത്തൊരു പള്ളിയുണ്ട് അവിടെ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു മാസമുണ്ട്. ഞാനും ഇവനും കൂടി പോയി അവിടെ പത്രമൊക്കെ കൊടുത്തു, അവൻ്റെ ഇംഗ്ലീഷ് പത്രമൊക്കെ കൊടുത്ത് തീർത്തു. കുർബാനയും കൂടി. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഉടമ്പടി ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ചാനൽ നിനക്ക് റിക്കവറാക്കി തന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് പിടികിട്ടി ഈ പത്രം കൊടുക്കാതെ എന്നെ വീട്ടിൽ വെച്ചിരിക്കുന്നത് ആണ് എന്നെ ഏറ്റവും കൂടുതൽ മാതാവിന് ഞാൻ അകന്നു പോയെന്നു തോന്നുന്നതും, അത് ഈശോയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാതാവ് എനിക്ക് തരുന്നതെന്ന് മനസ്സിലായി. ഞാൻ പിന്നീട് ആ പത്രം എല്ലാമായിട്ട് പിന്നീടുള്ള സൺഡേകൾ ഞാനും മോനും കൂടി ഇത്രയും വർഷമായിട്ട് ഞാൻ പോയിട്ടില്ലാത്ത കുറച്ച് പള്ളികളുണ്ട് അവിടെ, ആ പള്ളിയിലെല്ലാം പോകുന്നു. ചിലപ്പം 1, 2, 3 കുർബാനയൊക്കെ കണ്ട ദിവസമുണ്ട്. പത്രം എല്ലാം കൊടുത്ത് തീർത്തു. അങ്ങനെ രണ്ടാമത് ഇവരുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും കാറ്റഗറി 2 3 സീറ്റിലും അലോട്ട്മെൻറ്റ് പോയിട്ടുണ്ട്, നമുക്ക് പിന്നെ സീറ്റ് കിട്ടാൻ സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഡിസംബർ 14 ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ കർണാടക എൻട്രൻസ് അതോറിറ്റിയിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വരണം. ആ സമയത്ത് ഞാൻ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് അതിനകത്ത് ഉപ്പും അതുപോലെ തന്നെ വിശുദ്ധ തൈലമൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് മോൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. അത് ഇവിടുന്ന് സബ്മിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഡിസംബർ 16 ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ അച്ഛൻ്റെ ഒരു വേർഡ്സ് എനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രൈക്കായി. അച്ഛൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, മാത്യു 7:9, മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നവരുണ്ടോ, അതുപോലെ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായി നിങ്ങൾക്ക് മാതാവിനോട് ചോദിക്കുന്ന എല്ലാ അനുഗ്രഹവും തരും. നിങ്ങളുടെ ഉടമ്പടിയിൽ എന്ത് വെച്ചിട്ട് നിയോഗം നിങ്ങൾക്ക് സാധിച്ചു തരും. അപ്പോൾ എനിക്കത് ഒത്തിരി എനിക്ക് തോന്നി, എനിക്കുള്ള മെസ്സേജായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ മോനോടും പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട് കേട്ടോ, ഇത് നമുക്ക് ചിലപ്പോൾ ഉള്ള മെസ്സേജ് ആയിരിക്കും. അപ്പോൾ മോൻ പറഞ്ഞു, കുഴപ്പമില്ല അമ്മ, ഞാൻ മാതാവിനോട് ഈശോയോടും പറയുന്നുണ്ട് എനിക്കൊരു സീറ്റ് കിട്ടണേ, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം വെച്ചാൽ അവൻ നിരാശയിലേക്കൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ മക്കളെ വിശ്വാസത്തിൽ വളർത്തുമ്പോൾ അവർ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വിശ്വാസം തകർന്നു പോവുകയാണെങ്കിൽ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമായി. കുഴപ്പമില്ല, ഇനിയിപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം വളരെ വ്യക്തമായിരുന്നു, റൗണ്ട് 2 എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ട്. അതുവഴി ഞങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് മാംഗ്ലൂരാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 25 അപ്പോൾ ഞങ്ങൾ 22 ബാംഗ്ലൂരിൽ നിന്ന് പൂനെയിൽ നിന്ന് ബാംഗ്ലൂരിൽ വരികയാണ്. ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എടുക്കുകയും വേണം, മറ്റേ കോളേജ് ജോയിൻ ചെയ്യുകയും വേണം ഇൻ കേസ് ബാംഗ്ലൂർ കിട്ടിയില്ല എങ്കിൽ. പക്ഷേ 23 ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് 12 മണിക്കാണ് ഞങ്ങൾക്ക് റിസൾട്ട് വരുന്നത്. അവനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും മാതാവിൻ്റെ ഒരു ഇടപെടൽ മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാറി. കാരണം
കിട്ടാൻ ഒരു സാധ്യതയും ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് മാതാവ് തന്നെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ഗിസ് ഗ്രേസ് എന്നുള്ളത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അവനെ അതിനുശേഷം അവിടെ MDക്ക് സൈക്കാട്രിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇതിലേക്ക് വരുത്താൻ വേണ്ടി മാതാവ് ഞങ്ങളെ തയ്യാറാക്കിയ വിധവും അതൊക്കെ ഒത്തിരി ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന കുറവുകളെ മനസ്സിലാക്കി തരാനും നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയും ഇതൊക്കെ ചെയ്യാനും സാധിച്ചു. അപ്പം ഞാൻ അന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ പോയ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രത്യേകമായിട്ട് ഓൺലൈനിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ടിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത്, അതുപോലെ തന്നെ സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഫാസ്റ്റ്, അതായത് നോൺ വെജ് അതുപോലെയുള്ളൊന്നും കഴിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങളെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ എല്ലാ കുറവുകളും, ഞങ്ങളെവിടെയാണോ കുർബാനയ്ക്ക് പോകുന്നതിലോ അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നതിലൊക്കെ ഉള്ള കുറവുകൾ മാറ്റിക്കൊണ്ട് ആ ഒരു മാസക്കാലം വളരെ ഞങ്ങളുടെ കൂടെ നടക്കുന്ന പോലെയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇന്ന പോലെ ചെയ്യുന്നു പറയുന്നു തരുന്നതായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നു തീരുമാനിച്ച സമയത്ത് തന്നെ എനിക്കൊരു അലർജി രോഗമുണ്ടായിരുന്നു. ഏകദേശം 35 വർഷമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളം പൈപ്പ് തുറന്ന് പാത്രം കഴുകുകയൊക്കെ ചെയ്ത് അപ്പത്തൊട്ട് തുമ്മാൻ തുടങ്ങും. അതുപോലെ ഫ്രിഡ്ജ് തുറന്ന് എന്നും എടുക്കാൻ പറ്റത്തില്ല. കുറേ എല്ലാ ദിവസവും ഞാൻ അലറിഡി എന്നൊരു ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അത് ഒത്തിരി വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഞാൻ പോലും അറിയാതെയാണ് എനിക്ക് അങ്ങനെ ഒരു സൗഖ്യം മാതാവ് തന്നത്. അതായിരുന്നു എനിക്ക് ആദ്യമുണ്ടായ ഒരു രോഗസൗഖ്യം. 5 വർഷമായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു ആ ഒരു അലർജി പ്രോബ്ലം. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് മെയിനായിട്ട് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നു. പത്രം ഞങ്ങൾ മിക്കവാറും ഞങ്ങളുടെ പള്ളികളിലായിരിക്കത്തില്ല ഇപ്പം കൊടുക്കുന്നത്, പുറത്തുള്ള പള്ളികളിലാണ് കൊണ്ടു കൊടുക്കുക. അത് ചിലപ്പം ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും ആയിട്ടാണ് പോകുന്നത്. അവിടെ പല പള്ളികളിലും കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുക, ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കേൾക്കുന്നത് സ്റ്റാറ്റസ് ഇടാറും ഷെയർ ചെയ്യാറുമുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ മാസവും ഞാൻ ആദ്യ വെള്ളിയാഴ്ചയാണ് കുമ്പസാരിക്കുന്നത്. അതുപോലെ തന്നെ പള്ളികളിൽ എല്ലാ സൺഡേയും മാസിന് പോകുന്നു. കഴിയുന്നതും ഞങ്ങൾക്ക് ഈവനിങ്ങിലാണ് ഒരു ദിവസം മാസം ഉള്ളത്, അതുകൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ പോവാറുണ്ട്. പിന്നീട് ബൈബിൾ വായന, അതുപോലെ തന്നെ ജപമാലയാണ് ഏറ്റവും കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കാറുള്ളത്. My name is Noel. I have truly been blessed by this miracle in my life. Just like Father Joseph keeps saying, not by merit but by grace. I feel my life is truly a testament for the things that have happened in the last 1 year. I could not have expected anything of that sort. I would like to take this opportunity to thank our Lord Jesus Christ and Blessed Mother Mary for all the blessings that me and my family have received. ഈ ഒരു അനുഗ്രഹം നൽകി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാകാൻ അവസരം നൽകിയ മാതാവിനും തിരുകുമാരനും 1000 നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷി ഇവിടെ നിർത്തുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനമാണിത്. ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, നല്ലതായാലും കഷ്ടതയായാലും നഷ്ടമായാലും വേദനയായാലും, ദൈവം ഒടുവിൽ നന്മയ്ക്കായി മാറ്റുന്നു. എല്ലാം തന്നെ നല്ലതാണ് എന്നല്ല, കഷ്ടപ്പാടുകൾ ആവശ്യമില്ല എന്നുമല്ല. ഈശോ നമ്മൾ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ഈശോയുടെ ഉദ്ദേശം നിറവേറ്റുന്നതിനും ഒടുവിൽ നമുക്ക് നല്ലതാക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു സാക്ഷ്യമാണ് നിഷ ബിനുവും കുടുംബവും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈശോയും അമ്മയും കൂടെ നിന്ന് ഈശോയുടെ പദ്ധതി അനുസരിച്ച് ഇവർ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഈശോയുടെ അമ്മയുടെ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുവാനും സാധിച്ചത്. യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞതും. ആദ്യമായി കൃപാസനത്തിൽ കണക്ട് ചെയ്യുന്ന ഓൺലൈനിൽ കൂടിയാണ്. മകൻ്റെ MBBSൻ്റെ പഠനം കഴിഞ്ഞ് നല്ലൊരു കോളേജിലേക്ക് PG എക്സാമിന് വേണ്ടിയിട്ട്, പഠിത്തത്തിന് വേണ്ടിയിട്ട് ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യാനായിട്ട് ഈ മക്കൾ ശ്രമിച്ചിരുന്നു. പിന്നീടാണ് ഉടമ്പടി ജീവിതത്തിൽ കൂടെ ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ചാണ്
ഓരോ പ്രാവശ്യവും പല കോളേജുകളിൽ പോയപ്പോഴും അഡ്മിഷന് പോയപ്പോഴും ഇവർ പ്രാർത്ഥിച്ചത്. സീറ്റിന് വേണ്ടി എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അവസാനം എല്ലാം നല്ല രീതിയിലാക്കി തന്നെ ദൈവം ഇവർക്ക് അനുഗ്രഹിച്ചതാണ് നമ്മൾ കണ്ടത്. MD സൈക്കാട്രിയിലാണ് അഡ്മിഷന് കൊടുത്തത്. ഈശോയും അമ്മയും കനിഞ്ഞനുഗ്രഹിച്ച ഒരു അനുഗ്രഹമാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഈ മകൻ്റെ ആഗ്രഹമനുസരിച്ചാണ് അവരനുഗ്രഹിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്, ഈശോ നമ്മൾ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചാണ് നമ്മുടെ ആത്മീയ വളർച്ചയിൽ നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഈ മകൾ പറഞ്ഞ പോലെ യൂട്യൂബ് പെട്ടെന്ന് ടെർമിനേറ്റ് ആയിപ്പോയി. അപ്പോൾ കൂടുതൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ തിരുത്തുവാനാണ്, കുറവുകൾ മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു. പലപ്പോഴും ഇവരുടെ സാക്ഷ്യത്തിൽ പറഞ്ഞത്, ഞങ്ങളെപ്പോഴും എന്തെങ്കിലും നടക്കുമ്പോൾ കുറവുകൾ എന്താണ് തിരുത്തേണ്ടത് എന്നാണ് ഇവർ നോക്കിയത്. പെട്ടെന്നാണ് പത്രം കൊടുത്തില്ലല്ലോ, ആ പത്രം വിതരണം ചെയ്യാനായിട്ട് കുടുംബം അതിനു വേണ്ടിയിട്ടാണ് പുറപ്പെട്ടത്. പിന്നെയാണ് ഉടമ്പടി ജീവിതത്തിൽ എത്രയൊക്കെ മാറ്റങ്ങൾ വരുത്താമോ അത്രയെല്ലാം മാറ്റങ്ങളാണ് ഇവർ നടത്തിയത്. അതുമൂലമാണ് നമ്മൾ മനസ്സിലാകാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴും അവരത് മനസ്സിലാക്കാനായിട്ട് ഈശോയും അമ്മയുമാണ് അവർക്ക് അനുഗ്രഹം നൽകിയത്. അങ്ങനെ ഓരോ പ്രാവശ്യം അവർ തിരുത്തി അവരുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ തീഷ്ണതയോടെ നയിച്ചപ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും അനുഗ്രഹങ്ങൾ വർഷിച്ചത്. ആ മകൻ പറഞ്ഞതുപോലെ ഈ മകളുടെ വിശ്വാസമാണ് അച്ഛൻ്റെ ടോക്കിൽ കേട്ട ഓരോ പ്രാവശ്യം ടോക്ക് കേൾക്കുമ്പോഴും അത് ഞങ്ങളോട് പറയുന്ന പോലെയാണ് അവർക്ക് കരുതിയത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 9-ാം വചനമാണ് ഒരു വലിയ സ്ട്രൈക്കായത്. നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ ഈശോയോട് എന്ത് ചോദിച്ചാലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുമെന്നാണ് ഈ മകൾ പറഞ്ഞത്. അതാണ് ഇവർ വിശ്വസിച്ചതും. എല്ലാം വഴുതി പോകുമ്പോഴും ആ ടെർമിനേറ്റ് ചെയ്ത യൂട്യൂബാണേലും അത് പോകുമ്പോഴേ ഇവർ വിശ്വാസം നഷ്ടപ്പെടാതെ എന്താണ് തിരുത്തേണ്ടത്, എന്താണ് കുറവുകൾ എന്നന്വേഷിച്ച് ആ കുറവുകൾ നികത്തി വീണ്ടും വിശ്വാസ ജീവിതത്തിലേക്ക് ഓരോ പ്രാവശ്യവും തിരിഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ആ വിശ്വാസമാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മക്കൾ എന്ത് ചോദിച്ചാലും, മക്കൾക്ക് അപ്പം ചോദിക്കുമ്പോൾ കല്ല് കൊടുക്കുമോ, മീൻ ചോദിക്കുമ്പോൾ പാമ്പിന് കൊടുക്കുമോ എന്ന ഒരു വിശ്വാസം, ഈശോയിലുള്ള ഉറച്ച വിശ്വാസമാണ്. നമുക്ക് എത്ര എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നാലും, കഷ്ടപ്പാടാണേലും ഫെയിലിയർ ആണേലും, ഈ മകൻ പറഞ്ഞ പോലെ അമ്മ മെഡിക്കൽ കോളേജ് സെൻറ്റ് ജോൺസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കാണുവാനുള്ള ഒരു മനസ്സ് അത് ഉടമ്പടി ജീവിതത്തിലാണ് ഇവർക്ക് കിട്ടിയത്. അതാണ് ഈശോയുടെ അമ്മയോട് സ്നേഹിക്കുമ്പോൾ നമുക്കെല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ഒരു ഔട്ട്ലുക്ക് കിട്ടും. എല്ലാം നല്ലതായതിനാണെന്നുള്ള കരുതുവാനുള്ള ഒരു ഫീലിംഗ്, ഒരു ബോധ്യമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. 35 വർഷം നീണ്ടുനിന്ന ഒരു അലർജിയാണ് ഈ മകൾക്ക് സൗഖ്യമായത്. ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയും അമ്മയും അത് സൗഖ്യപ്പെടുത്താൻ മറന്നില്ല. നമുക്ക് വേദനയായി തോന്നുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ നന്മയുടെ ഭാഗമായിരുന്നു. ഇവർക്കെല്ലാം ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഈശോയുടെ അമ്മയുടെ പ്രസൻസാണ്, സാന്നിധ്യമാണ് ഓരോ പ്രാവശ്യവും ഇവർ പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്, ഈശോയ്ക്കും അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പദ്ധതിയാണുള്ളത്. ആ പദ്ധതി മനസ്സിലാക്കാനും ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ ജീവിക്കുവാനുമുള്ള അനുഗ്രഹം ഈശോയും അമ്മയും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിഷ ബിനുവിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി.